എന്താണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ? ഒരു സപ്ലൈക്കായി ഉപയോഗിച്ച ഇൻപുട്ടുകളുടെയും ഇൻപുട്ട് സർവീസുകളുടെയും നികുതി നിരക്ക് ആ സപ്ലൈയുടെ നികുതി നിരക്കിനേക്കാൾ കൂടുതലാണ്, ഔട്ട്വേർഡ് സപ്ലൈയുടെ നികുതി നിരക്കിനേക്കാൾ കൂടുതലായിരുന്നുവെങ്കിൽ ആ സാഹചര്യത്തെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറയുന്നു. അത്തരം സാഹചര്യങ്ങളിൽ സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അധികമായി വന്ന് അയാളുടെ ക്രെഡിറ്റ് ലെഡ്ജറിൽ കുമിഞ്ഞുകൂടി കിടക്കും. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം മൂലം കുമിഞ്ഞുകൂടി വരുന്ന ഇത്തരം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തുക, അക്യൂമുലേറ്റഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എമൗണ്ട്, പ്രത്യേക സാഹചര്യങ്ങളിൽ റീഫണ്ടായി ലഭിക്കാൻ സപ്ലയർക്ക് അപേക്ഷിക്കാവുന്നതാണ് എന്ന് GST നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരു സപ്ലയറുടെ ഔട്ട്വേർഡ് സപ്ലൈയുടെ GST നിരക്ക് 5%. അയാൾ ആ സപ്ലൈ നടത്തുന്നതിലേക്കായി ഉപയോഗിച്ച ഇൻപുട്ടുകളുടെ GST നിരക്ക് 18% എങ്കിൽ അവിടെ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം വരുന്നു. ഇത് ചെയ്യാനാണ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യങ്ങളിൽ അക്യൂമുലേറ്റഡ് ITCയുടെ റീഫണ്ട് നൽകാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. നികുതി ഒഴിവായ, അതായത് എക്സെംപ്റ്റഡ് ഔട്ട്വേർഡ് സപ്ലൈകൾ നടത്തുന്ന സപ്ലയർമാർക്ക് തങ്ങൾ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഔട്ട്വേർഡ് സപ്ലൈയുടെ നിരക്ക് നിൽ ആയതിൻ്റെ പേരിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ സാഹചര്യം വന്നാൽ അവിടെയും അക്യൂമുലേറ്റഡ് ITC റീഫണ്ട് നൽകില്ല എന്നും GST നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് സേവനങ്ങളുടെ പേരിൽ ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രകാരം അക്യൂമുലേറ്റഡ് ITC വന്നാൽ ആ അക്യൂമുലേറ്റഡ് ITC മുഴുവനായും റീഫണ്ട് കിട്ടുകയില്ല. GST നിയമത്തിൽ നൽകിയിട്ടുള്ള ഒരു സൂത്രവാക്യം, ഒരു ഫോർമുല പ്രകാരം ഉള്ള ആ അക്യൂമുലേറ്റഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ആ ഫോർമുല പ്രകാരം ഉള്ള റീഫണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. ക്യാപിറ്റൽ ഗുഡ്സിനെ സംബന്ധിച്ച് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ പ്രകാരം അക്യൂമുലേറ്റഡ് ITC വന്നാൽ ആ അക്യൂമുലേറ്റഡ് ITC റീഫണ്ടായി ലഭിക്കുകയില്ല. എന്നാൽ ഇവ രണ്ടും, സർവീസിൻ്റെ ബാക്കി ഭാഗവും ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻപുട്ട് ടാക്സും ക്രെഡിറ്റ് ലെഡ്ജറിൽ കിടക്കും.